മോൾക്ക് നോർവേ സ്വീഡനിൽ എന്താ കാണുന്നത്? സ്നോ ആണ്. അച്ഛാ, എനിക്ക് ഫിൻലാൻഡ്, ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ അങ്ങനത്തെ കൺട്രീസൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഒരു ടൈമിങ്, ആ ഒരു കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പോകാൻ, എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായ ടൈം ഏതാ? മോൾക്ക് നോർവേ സ്വീഡനിൽ എന്താ കാണുന്നത്? സ്നോ ആണോ കാണേണ്ടത്? അല്ല നല്ലൊരു സമയത്ത്, നല്ലൊരു തണുപ്പൊന്നും അധികം ഇല്ലാത്തൊരു സമയത്ത് ട്രാവൽ ചെയ്യണോ? എങ്ങനെയാണെന്ന് ആഗ്രഹം? അല്ല ഭയങ്കര തണുപ്പുള്ള സമയത്താണോ പോകേണ്ടത്? എനിക്ക് പേഴ്സണലി കുറച്ച് തണുപ്പുള്ള സമയത്ത് പോകണം എന്ന് ആഗ്രഹം. അപ്പോൾ അതിന് പറ്റിയൊരു ടൈം ഏതാ? അതിന് പറ്റിയൊരു ടൈമാണ് മെയ് മാസം. മെയ്യിൽ നമുക്ക് തണുപ്പും കിട്ടും, അതുപോലെ തന്നെ ഡേ ടൈം ഡ്യൂറബിലിറ്റി. അതായത് ഈ നോർവേ എന്ന് പറയുന്ന പാതിരാ സൂര്യൻ്റെ നാടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വിൻ്റർ ടൈമിൽ ഏകദേശം 4 മണിയാകുമ്പോൾ, നീ സ്കൂളിൽ നിന്ന് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അവിടെ നൈറ്റ് ആവും. അപ്പം നമുക്ക് എന്ത് വേണം? ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോൾ കാഴ്ചകൾ കാണണമെങ്കിൽ ഡേ ടൈം സൺലൈറ്റ് വേണം, ഡേ ടൈം അത്യാവശ്യം വേണം അല്ലേ? ഇത്രയും ദൂരത്ത് നമ്മൾ ഫ്ലൈ ചെയ്ത് പോകുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പീരീഡാണ് മെയ്. അപ്പം നമുക്ക് കുട്ടികൾക്കായാലും ഏജുള്ളവർക്കായാലും ഏത് കാറ്റഗറിയിലുള്ളവരും ഒരുപോലെ ക്യാറ്റർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണ് മെയ് മാസം. മെയ് ആണ് ബെസ്റ്റ് പീരീഡ്. പിന്നെ ഈ വീഡിയോസിലൊക്കെ ഈ ട്രെയിൻ ജേർണീനെ പറ്റിയിട്ടൊക്കെ നല്ല രസത്തിൽ ഞാൻ കാണൽ. അപ്പോൾ അച്ഛന് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ ആ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ അതെങ്ങനെയാണ്? അത് നമുക്ക് നോർവേയിലാണ്. നീ ഇപ്പോൾ വീഡിയോയിൽ കണ്ടിരിക്കുന്ന ട്രെയിൻ യാത്രയെല്ലാം നോർവേയിലുള്ളതായിരിക്കും കൂടുതൽ. മഞ്ഞിൻ്റെ ഇടയിലൂടെയൊക്കെ പോകുന്നത് ഒരുപാട് ട്രെയിൻ യാത്രകളുണ്ട് നോർവേ രാജ്യത്ത്, പല സ്ഥലത്തുണ്ട്. നമ്മളിപ്പോൾ ഫ്ലം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ റിവറും ലേക്സും മൗണ്ടെയ്ൻസും ഇതൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു അരമണിക്കൂർ മിർഡാൽ എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്തേക്ക്, ഇപ്പോൾ കണ്ണൂർ കോഴിക്കോട് എന്ന് പറയുന്നത് മിർഡാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു അരമണിക്കൂർ ട്രെയിൻ യാത്ര. അതിങ്ങനെ മഞ്ഞിൻ്റെയും ഹില്ലിൻ്റെയും തടാകത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പോകുന്നൊരു ട്രെയിനാണ്. അത് നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് അവിടെ ഇറങ്ങി ജസ്റ്റ് നമ്മൾ അതേ ട്രെയിനിൽ തന്നെ കയറിയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നതാണ് ആ ട്രെയിനാണ് ഫ്ലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ യാത്രയാണ്. പിന്നെ അതുപോലെ തന്നെ അതിലൊരു ക്രൂസിൻ്റെ യാത്ര ഉണ്ടല്ലേ, അതായത് ഗുഡ്വാങ്കൻ എന്ന് പറയുന്ന സ്ഥലം. ഈ നോർവേയിൽ എന്താണ്? നോർവേയുടെ ഒരു പ്രത്യേകത എന്താ? കംപ്ലീറ്റ് മൗണ്ടെയ്ൻസ് ആണ്. അത് ഫിയോഡ്സ് എന്ന് പറയും, ചെങ്കുത്തായ പാറകൾ, വലിയ ഹൈറ്റിലുള്ള മലകൾ. ആ മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു സ്ലോപ്പിലുണ്ട്. അപ്പോൾ പിക്ചർ കണ്ടില്ലേ, പിക്ചറെല്ലാം കണ്ടില്ലേ, ആ വലിയ മലയുടെ മുകളിൽ ഇങ്ങനെ സ്റ്റീപ്പായിട്ട് ഈ ലേക്കിലേക്ക് സ്റ്റീപ്പ് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ആൾക്കാർ കയറി ഇരുന്നിട്ടൊക്കെ അഡ്വഞ്ചറസ് ആയിട്ട് ഫോട്ടോ എടുക്കുന്ന അങ്ങനെയുള്ള സ്ഥലം. ഇതിൻ്റെ ഇടയിലൂടെ പോകുന്ന ചെറിയ ക്രൂസാണ് ഈ ഗുഡ്വാങ്കൻ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഉള്ളത്. പിന്നെ അച്ഛാ, ഇതിപ്പോൾ ഒരു എന്താ പറയുക, നോർവേ അച്ഛൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ തണുപ്പ്, സ്നോ ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ടൈമാണ് മെയ് മന്ത്. അല്ലാണ്ട് ഇപ്പോൾ കുറച്ചൊരു ചൂടായിട്ട് എന്താ പറയുക, ഒരു വാമായ ഒരു ക്ലൈമറ്റിൽ എൻജോയ് ചെയ്യാൻ ഏത് ടൈമാണ് ബെസ്റ്റ്? അല്ല, നമ്മൾക്ക് വിൻ്റർ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ പോകുന്നത് ഡിസംബർ നവംബർ മാസങ്ങളാണ്. പക്ഷെ ആ സമയത്ത് നല്ല തണുപ്പായിരിക്കും, എക്സ്ട്രീം തണുപ്പായിരിക്കും. നമ്മൾക്കൊരു ആവറേജ്, നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ എന്താ? ഇവിടെ അധികം തണുപ്പില്ല. ഡൽഹിയും കാശ്മീരും എന്ന പോലെ തണുപ്പ് ഇവിടെ ഇല്ല. അപ്പം നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു തണുപ്പും കിട്ടണം, എന്നാൽ കുറച്ച് സൺലൈറ്റും വേണം, നല്ല വിസിബിലിറ്റി വേണം, ഫോട്ടോസൊക്കെ എടുത്ത് അത്യാവശ്യം നല്ലത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മെയ് മാസത്തിൽ യാത്ര ചെയ്യുന്നതാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും കുറച്ച്. അതെ വെക്കേഷൻ ടൈം. അവിടെ ഒരു വലിയൊരു ചൂട് നമ്മൾക്ക് ഈ ഒരു ആർട്ടിക് റീജിയനിൽ, ഇത് അങ്ങ് മുകളിൽ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ആർട്ടിക് റീജിയനിൽ നമുക്ക് വലിയൊരു ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ടൈമില്ല, അതായത് ചൂട് കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയമില്ല. പിന്നെ മോള് ചോദിച്ചത് ഡെൻമാർക്ക്, സ്വീഡൻ, ഫിൻലാൻഡ്, ഈ ഓരോ രാജ്യത്തിനും നല്ല നല്ല പ്രത്യേകതകളുണ്ട്. ഡെൻമാർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡെൻമാർക്ക് എന്ന് പറയുന്നത് കോപ്പൻഹാഗനാണ് ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റൽ. ഡെൻമാർക്ക് നല്ലപോലെ വാട്ടർ ബോഡീഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. പിന്നെ അതുപോലെ സീറോ കാർബണാണ് ഡെൻമാർക്കിൽ. സീറോ കാർബൺ ട്രൈ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവരെന്താതിനു വേണ്ടി ചെയ്തെന്ന് അറിയോ? അവിടെ സൈക്ലിംഗ് അവർ നല്ല പോലെ പ്രൊമോട്ട് ചെയ്യുന്നു. മോട്ടോർ വെഹിക്കിൾസ് മാറ്റിയിട്ട് സൈക്ലിങ്ങിലൂടെ യാത്ര ചെയ്യുന്നു. പിന്നെ വെള്ളത്തിലൂടെ ബോട്ടിലുള്ള യാത്രകൾ, ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, നല്ല പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും നല്ല ആൾക്കാരാണ്. നമ്മൾ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഇപ്പം അച്ഛൻ പാരീസും സ്വിറ്റ്സർലാൻഡും ബെൽജിയം ഒക്കെ യാത്ര ചെയ്യുന്നതിനേക്കാളും കുറേ കൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഈ നോർഡിക് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുള്ളത്. പിന്നെ ഈ ഫിൻലാൻഡിൽ എന്നാ നമുക്ക് എൻജോയ് ചെയ്യാൻ, കാണാനൊക്കെ ഇങ്ങനെ? ഫിൻലാൻഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വേൾഡിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഇൻഡെക്സ് കൂടിയൊരു രാജ്യമാണ് ഫിൻലാൻഡ്.
ഇപ്പോൾ ആൾക്കാർ ഭയങ്കര ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതറിയില്ല, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്രൊവൈഡഡ് വളരെ ശാന്തമായൊരു സിറ്റി, മെല്ലെ പോവുള്ളൂ. യൂറോപ്പിൻ്റെ ഒരു തിരക്കുമില്ലാത്ത ചെറിയൊരു നഗരമാണ് ഹെൽസിങ്കി. അതാണ് ഫിൻലാൻഡിൻ്റെ ക്യാപിറ്റൽ. പിന്നെ നമ്മൾ ഫിൻലാൻഡിൽ നിന്ന് അതിൻ്റെ ഹില്ലി ടെറൈനിലേക്ക് പോയാൽ ഈ ലാപ്ലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് മുകളിലേക്ക്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കത് കുറേയും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടെ അവിടെയാണ് ഈ ക്രിസ്മസ് പപ്പയും അങ്ങനത്തെ കുറേ സംഗതികളും എല്ലാം ഉള്ള ഒരു റീജിയൻ, ഈ മറ്റേ സാന്താക്ലോസ് വില്ലേജ് അങ്ങനെയുള്ള സാധനങ്ങൾ. കുറച്ചും കൂടെ ഹൈ ടെറൈനിലേക്ക് പോകണം. ഫിൻലാൻഡിലാണ് നമ്മുടെ പഴയ നോക്കിയ ഫോണിൻ്റെ, നോക്കിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഫോണ് വന്ന് തുടങ്ങിയ സമയത്ത് നമ്മളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോഴില്ല. അത് നോക്കിയ അങ്ങനെ കുറച്ച് ടെക്നോളജിക്കലി ഉള്ള കുറച്ച് സ്ഥലങ്ങൾ അതൊക്കെ ഇപ്പം ഒരു ക്ലോസ്ഡ് ആയിട്ട് പോയി. അപ്പോൾ ആ രാജ്യം ഇപ്പം അച്ഛൻ പറഞ്ഞ ഈ 4 രാജ്യങ്ങളിൽ ഈ ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യം നമുക്ക് തരുന്നത് ഒരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ്, ഒരു പ്ലസന്റ് ആയ ഒരു കാം. അതെ, കാമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനിയിപ്പോൾ സ്വീഡനെ പറ്റിയിട്ട് സ്വീഡനിൽ എന്താണ് ഇങ്ങനെ എൻജോയ് ചെയ്യാനുള്ളത് എന്നൊക്കെ ചോദിച്ചാൽ, സ്വീഡൻ ഇപ്പം നമ്മൾ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്. സ്വീഡൻ ഭയങ്കര റിച്ചാണ്, അതിൽ കുറച്ചും കൂടെ ഫാസ്റ്റാണ് അവിടുത്തെ കാര്യങ്ങൾ. സ്വീഡൻ്റെ ക്യാപിറ്റലാണ് സ്റ്റോക്ക്ഹോം. നമ്മളെങ്ങനെയാണ് സ്റ്റോക്ക്ഹോമിൽ എത്തുന്നത്? ഈ ഫിൻലാൻഡിലെ ഹെൽസിങ്കിയിൽ നിന്ന് ക്രൂസിനാണ്, അതായത് ഒരു ഫെറിയാണ്. അപ്പോൾ അതിൽ നമ്മൾ കിടന്നുകൊണ്ട് അതിൽ കുറച്ച് പാട്ടും ഡാൻസും ഫുഡും എല്ലാം അതിൽ തന്നെ ഉണ്ടാവും. നമ്മളൊരു 4 മണിക്ക് വൈകിട്ട് കയറിയാൽ പിറ്റേ ദിവസം രാവിലെ 9 മണിക്കാണ് സ്റ്റോക്ക്ഹോമിൽ എത്തുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ആ ക്രൂസ് നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് തിരിച്ചവിടെ എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഈ സ്റ്റോക്ക്ഹോമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസം സ്വീഡനിലുണ്ട്. അതിലൊന്ന് സ്റ്റോക്ക്ഹോമിലും പിന്നെ കൾസ്റ്റാഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ സ്വീഡനും എല്ലാം വാട്ടർ ബോഡിയുടെ ഒരുപാട് ആയിരക്കണക്കിന് തടാകങ്ങളുള്ള ഒരു സ്ഥലമാണ് സ്വീഡൻ. വാട്ടർഫോൾസ് നമുക്ക് പറയാൻ പറ്റില്ല, കുറേ ബോട്ടിങ് ആക്ടിവിറ്റീസ്, പിന്നെ അവിടെയുള്ള സിറ്റി ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാസിൽസ്, മനോഹരമായ കാസിൽസ്, പിന്നെ അവിടുത്തെ ലോക്കൽ ക്യൂസീൻസ്, ഇങ്ങനെയുള്ള ഈ ലേക്ക് കാസിൽസ് കാര്യങ്ങളൊക്കെ സ്വീഡൻ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണിപ്പോൾ മോളിപ്പം പറഞ്ഞിരിക്കുന്നത്. ഈ 4 രാജ്യങ്ങളിൽ പെട്ടെന്ന് എടുത്ത് പറയേണ്ട കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഈ 4 രാജ്യങ്ങളാണ്. ഇതിനെ വിളിക്കുന്നത് നോർഡിക് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം നമ്മൾ യൂറോപ്പിൽ ഏകദേശം 28ഓളം രാജ്യങ്ങളുണ്ട്. 28ഓളം രാജ്യങ്ങളിൽ പല ടൂറുകളുണ്ട്. സ്വിറ്റ്സർലാൻഡും ഫ്രാൻസും ബെൽജിയം, നെതർലാൻഡ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലൂടെയുള്ള വേറൊരു യാത്ര. ഈസ്റ്റേൺ യൂറോപ്പ്, ഹംഗറി, അതുപോലെ തന്നെ സ്ലോവേനിയ, അങ്ങനെ കുറച്ച് രാജ്യങ്ങളടങ്ങുന്ന വേറെ, ചെക്ക് റിപ്പബ്ലിക്, അങ്ങനെ തുടങ്ങുന്നത്. ഈ സ്കാൻഡിക് നോർഡിക് കൺട്രിയിൽ വന്നാൽ ഈ പറഞ്ഞ പോലെ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ കവർ ചെയ്യുന്ന വേറെ ടെറൈൻ. ഒരുപാട് രാജ്യങ്ങളുണ്ട് യൂറോപ്യൻ ട്രിപ്പിൽ. അപ്പം നമുക്ക് റെഡിയായാലോ മെയ് മാസം വെക്കേഷനിലൊരു സ്കാൻഡിക് ട്രിപ്പിന്?